ഹിന്ദുമതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന RSS BJP പ്രവർത്തകരോടാണ് ചില ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കാനുള്ളത്. ആളുകളിൽ തരംതിരിവ്, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ആ ജാതികളിൽ താഴ്ന്ന ജാതിക്കാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല, താഴ്ന്ന ജാതിക്കാർ പോകുന്ന വഴിയിലൂടെ പോകാൻ പറ്റില്ല, താഴ്ന്ന ജാതിക്കാരുടെ ഭാര്യയെ ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ് ഇന്ത്യയിൽ. ഇന്ന് അതിൻ്റെ അവസ്ഥകളിൽ എത്രത്തോളം മാറ്റമുണ്ട്, എത്രത്തോളം താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നും മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജാതി വ്യവസ്ഥയിൽ ഏത് ജാതിയുടേതാണെന്ന് കൂടി പറയണം. ഹിന്ദു രാജ്യമാക്കുന്ന ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. ഏത് താഴ്ന്ന ജാതിക്കാരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണത്തിൽ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിങ്ങൾ താഴ്ന്ന ജാതിക്കാരായി അടിച്ചമർത്തിയ, ഒരുപാട് പ്രയാസപ്പെടുത്തിയ, ഇന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് താഴ്ന്ന ജാതിക്കാരുണ്ട്. അവരെ കല്യാണം കഴിക്കാനോ കഴിപ്പിക്കാനോ ആ മേഖലയിൽ അവരോട് ഇടപാട് നടത്താനോ താല്പര്യമില്ലാത്ത നിലക്ക് നിങ്ങൾ അത്തരം ആളുകളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുക. ഇന്ന് RSS BJP തലത്തിൽ ഒരു ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം താഴ്ന്ന തട്ടിലുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇന്നും കൂലിപ്പണിക്ക് പോയും പ്രയാസപ്പെട്ടും അവരുടെ എത്ര പ്രയാസങ്ങൾ ഇന്നും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഇന്ത്യയിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ കൂടുതലും താഴ്ന്ന തലത്തിൽ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പരിശോധിക്കണം. ആരൊക്കെയാണ് താഴ്ന്ന തട്ടിലുള്ളത് ഉയർന്ന തട്ടിലേക്ക് എത്തിയത് എന്നൊക്കെ. വിദ്യാഭ്യാസമെന്ന മാന്ത്രിക വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾ ഒക്കെ, അവർക്ക് എത്ര ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട്. അവർ ഉയർന്ന തട്ടിലേക്ക് എത്താൻ താല്പര്യമില്ലാത്ത നിലക്കുള്ള പോലത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് ആളുകളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കൊണ്ട് കാണരുത്. അതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വെച്ചിട്ടാണ് മറ്റു മതസ്ഥരുടെ സ്ഥലത്ത് പോയിട്ട് അവിടെ അമ്പലം വേണം, അവിടെ വിഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ ഇടങ്ങാറാക്കുന്നത്. ദൈവത്തിന് ഇരിക്കാനൊരു സ്ഥലം പോലും പൈസ കൊടുത്തിട്ട് മേടിക്കാനുള്ള ഗതിയില്ലാത്ത കോലത്തിൽ അടിയടി പോയിട്ട് കച്ചറ ഉണ്ടാക്കി അടിയുണ്ടാക്കിയിട്ട് അങ്ങനെയാ ദൈവത്തിനെ കൊണ്ടുപോയി ഇരുത്താൻ. ഇത്രയും ഗതികേട്